എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിന്റെ ഈ 76-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട്ഫുൾനെസ് റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ യു മോഹൻ. സ്വാഗതം മോഹനേട്ടാ. നമസ്തേ ഡോക്ടർ ഇന്ദു. ഈ പരിപാടിയിൽ പതിവ് പോലെ 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേള, അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. അപ്പോൾ നമ്മളൊരു സെന്ററിങ് ചെയ്തതിനു ശേഷം ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. നന്ദി മോഹനേട്ടാ. ഇനി ഈ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് ഈ ആഴ്ച നമ്മള് ബോധം, കോൺഷ്യസ്നെസ്, അതിന്റെ വികാസം, അങ്ങനെയുള്ള സംഗതികൾ, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സംഗതികളാണല്ലോ, അതായത് ബോധത്തിന്റെ പരിണാമം അല്ലെങ്കിൽ വികാസം, കോൺഷ്യസ്നെസ്സിന്റെ എക്സ്പാൻഷൻ തുടങ്ങിയ സംഗതികൾ. ഈ സംഗതികൾ തന്നെ നമ്മള് പാരമ്പര്യ രോഗശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഉപനിഷത്ത്, വേദങ്ങള്, അവയുടെ അതിലെല്ലാം ബോധത്തെക്കുറിച്ചും ബോധത്തിന്റെ വികാസം, കോൺഷ്യസ്നെസ്, ഇങ്ങനെയുള്ള ആശയങ്ങളെ കുറിച്ച് എന്താണ് അവയിലുള്ള സമീപന രീതി എന്താണെന്ന് പറയാമോ? അതുപോലെ തന്നെ ഹാർട്ട്ഫുൾനെസ് രീതിയുമായി അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടെ എന്താ സംസാരിക്കാമോ ഞങ്ങൾ അതിനെ കുറിച്ച്? വെൽ, ഇത് വളരെ വിപുലമായിട്ടുള്ള എന്നാൽ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ വിവേകപൂർവം ഉള്ള ഒരു ചോദ്യമാണ് എന്ന് പറയാം. പാരമ്പര്യ യോഗശാസ്ത്രങ്ങളും വേദങ്ങൾ, ഉപനിഷത്തുകളെല്ലാം തന്നെ ഈ ബോധം അല്ലെങ്കിൽ ബോധത്തിന്റെ വികാസം എന്ന വിഷയത്തെ 3 രീതിയിലാണ് വിവരിക്കുന്നത്. ഒന്ന് ദൃഗ്ദൃശ്യ വിവേകം എന്ന് പറയും. അത് ഈ അദ്വൈത വേദാന്തത്തിന്റെ പ്രകരണ ഗ്രന്ഥം, അതിലാണ് ശങ്കരാചാര്യരും വിദ്യാരണ്യ സ്വാമികളൊക്കെ ഇതിനെക്കുറിച്ച് വിശദീകരിക്കും. പ്രകരണ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ടറി ടെക്സ്റ്റ് എന്ന്. അപ്പോൾ നമുക്കറിയാം, പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങളിലും
നമുക്ക് ഇതിനെക്കുറിച്ചുള്ള പ്രതിപാദ്യം കാണാം. നമ്മൾ തന്നെ ദൃഗ്ദൃശ്യ വിവേകം നമ്മൾ യോഗസൂത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ദൃഷ്ടാവ്, ദൃശ്യം. ദൃഷ്ടാവിൽ തന്നെ വിലയം പ്രാപിക്കുന്ന അവസ്ഥ, അതാണ് പതഞ്ജലി മഹർഷി ദൃഗ്ദൃശ്യ വിവേകം അല്ലെങ്കിൽ ധ്യാനജ ചിത്തം എന്ന് പറയുന്നത്. രാജ്യത്തിനെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയും, ധ്യാനാവസ്ഥ. ഇതാണ് ആദ്യത്തെ സമീപന രീതി, ദൃഗ്ദൃശ്യ വിവേകം. രണ്ടാമത്തെ സമീപനം എന്ന് പറയുന്നത് പഞ്ചകോശ വിവേകം എന്ന് പറയും. പഞ്ചകോശങ്ങൾ നമുക്കറിയാം. നമ്മുടെ മനുഷ്യന്റെ ഘടനയെക്കുറിച്ചുള്ള ശാസ്ത്രം, അന്നമയ കോശം, അതുപോലെ പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. നമ്മുടെ ഘടനയെ 5 കോശങ്ങളായിട്ട് പറയുന്നു, 5 ലെയറുകളായിട്ട്. ഇതാണ് പഞ്ചകോശ വിവേകം എന്ന് പറയുന്നത്. ഇത് തൈത്തരീയ ഉപനിഷത്തിലാണ് പറയുന്നത് പഞ്ചകോശ വിവേകത്തെ കുറിച്ച്. ഇതാണ് രണ്ടാമത്തെ സമീപന രീതി. മൂന്നാമതായിട്ട് അവസ്ഥാത്രയ വിവേകം എന്ന് പറയും. അതായത് അത് മാണ്ഡുക്യ ഉപനിഷത്തിലാണ് പറയുന്നത്. അവസ്ഥാത്രയം എന്ന് പറഞ്ഞാൽ 3 അവസ്ഥകൾ. നമ്മുടെ 3 അവസ്ഥകൾ, അത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഇതിനെക്കുറിച്ചുള്ള അവലോകനാണ് അവസ്ഥാത്രയ വിവേകം. അത് മാണ്ഡുക്യ ഉപനിഷത്തിലാണ് പറയുന്നത്. മാണ്ഡുക്യ ഉപനിഷത്ത് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഉപനിഷത്താണ്, കാതലായ ഒരു ഉപനിഷത്താണ്. രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയും, ശ്രീരാമൻ ഹനുമാൻജിയോട് പറയുന്നുണ്ട് മാണ്ഡുക്യമേവം എന്ന്. അതായത് മാണ്ഡുക്യ ഉപനിഷത്ത് മാത്രം പഠിച്ചാൽ മതി മോക്ഷപ്രാപ്തിക്ക് എന്ന് ശ്രീരാമൻ ഹനുമാൻജിയോട് പറയുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് രാമായണത്തിൽ കാണാൻ കഴിയും. ഇതാണ് 3 രീതികൾ, 3 വിവേകമാണ്. ദൃഗ്ദൃശ്യ വിവേകം, പഞ്ചകോശ വിവേകം, അവസ്ഥാത്രയ വിവേകം. ഇനി നമുക്ക് ഇത് ഓരോന്നും അല്പം വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഉദാഹരണത്തിന് ദൃഗ്ദൃശ്യ വിവേകം. നമുക്കറിയാം, ദൃഷ്ടാവ്, ദൃശ്യങ്ങൾ. ദൃഷ്ടാവ് എന്ന് പറയുന്ന കാണുന്ന ആള്, ദൃശ്യം എന്ന് പറഞ്ഞാൽ കാണുന്ന കാഴ്ച, അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ, ദൃശ്യങ്ങൾ, അനുഭവിക്കുന്ന ആള് ദൃഷ്ടാവ്. അപ്പോൾ ദൃഷ്ടാവും ദൃശ്യവും വേറെ വേറെയാണ്, രണ്ടാണ്. ഉദാഹരണത്തിന് നമ്മളൊരു പുഷ്പം കാണുക എന്ന് വിചാരിക്കുക. അപ്പൊ പുഷ്പം ദൃശ്യമാണ്, നമ്മുടെ കണ്ണാണ് അത് കാണുന്നത്. അപ്പൊ കണ്ണാണ് അവിടെ ദൃഷ്ടാവ്, അല്ലെ? ഇനി നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ പോയാലോ, യഥാർത്ഥത്തിൽ കണ്ണാണോ കാണുന്നത്? നമുക്കറിയാം, സയൻസിൽ ഈ പൂവിലുള്ള പ്രകാശം കണ്ണിൽ തട്ടി നമ്മുടെ തലച്ചോറിൽ ഒരു വൈദ്യുതകാന്തിക മണ്ഡലം സൃഷ്ടിക്കപ്പെടുന്നു. ആ വൈദ്യുതകാന്തിക മണ്ഡലമാണ് പുഷ്പം എന്നുള്ള അനുഭൂതി നമുക്കുണ്ടാകും. അപ്പോൾ കണ്ണിന്റെ പിന്നിൽ ഒരു മനസ്സുണ്ട്, അതല്ലേ കാണുന്നത്. അപ്പൊ നമ്മൾ മനസ്സിന്റെ അവസ്ഥയിലേക്ക് പോണ സമയത്ത് മനസ്സ് ദൃഷ്ടാവാണ്, കണ്ണ് ദൃശ്യമാണ്, പൂവും ദൃശ്യമാണ്. അപ്പൊ ദൃഷ്ടാവ് മാറി, മനസ്സായി മാറി. ഇനി മനസ്സിന് തന്നെ മനസ്സിലുള്ള ചിന്തകളെ കാണാൻ കഴിയും, അല്ലേ? അപ്പോ മനസ്സ് ദൃഷ്ടാവ്, ചിന്തകൾ ദൃശ്യമായിട്ട് മാറും. അപ്പോ ദൃഷ്ടാവ് ഒന്ന്, ദൃശ്യങ്ങൾ പലത്. ഇനി നമുക്കറിയാം, മനസ്സിന്റെ പിന്നില് വിവേചന ശക്തി, ഒരു ബുദ്ധിയില് നമുക്ക് വിവേചനം ഉപയോഗിക്കുന്നു. അപ്പൊ ബുദ്ധിയെ നമ്മൾ ദൃഷ്ടാവായിട്ട് എടുത്തു കഴിഞ്ഞാൽ മനസ്സ് ദൃശ്യമാണ്. നേരത്തെ മനസ്സ് ദൃഷ്ടാവായിരുന്നു, മനസ്സ് ദൃശ്യമായി മാറും. ചിന്തകൾ ദൃശ്യങ്ങളാണ്. നമ്മുടെ പഞ്ചഭൂതങ്ങൾ, നമ്മുടെ കണ്ണ് ദൃശ്യമാണ്. പുഷ്പം നമ്മൾ പുറത്ത് കാണുന്ന, അതൊക്കെ ദൃശ്യങ്ങളാണ്. ഒരു ദൃഷ്ടാവ്, പല ദൃശ്യങ്ങൾ. ഇനി ബുദ്ധിയാണോ കാണുന്നത്? അല്ല, യഥാർത്ഥത്തിൽ കാണുന്ന അതിന്റെ പിന്നിലുള്ള ആത്മാവാണ്, അല്ലേ?
അപ്പൊ ആത്മാവാണ് യഥാർത്ഥ ദൃഷ്ടാവ്. അതൊരു സാക്ഷിയാണ്. നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും പഞ്ചഭൂതങ്ങളും ലോകവും എല്ലാം ദൃശ്യങ്ങളാണ്. ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? ഈ ദൃശ്യങ്ങൾക്കെല്ലാം ഒരു സാക്ഷിബോധമാണ്, വിറ്റ്നസ് കോൺഷ്യസ്നസ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഇവിടെ ദൃഷ്ടാവ് എന്താന്ന് പറഞ്ഞു, ദൃശ്യം എന്താന്ന് പറഞ്ഞു. ദൃഷ്ടാവും ദൃശ്യവും രണ്ടാണ് എന്ന് പറഞ്ഞു, അല്ലെ? ദൃഷ്ടാവ് ഒന്ന്, ദൃശ്യം വേറെ. ഇനി ഇത് രണ്ടാണ്, ദൃഷ്ടാവും ദൃശ്യവും എന്ന് പറഞ്ഞു. രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വന്ദ്വഭാവമാണ്, അല്ലെ? വേദത്തിലും ഉപനിഷത്തിലൊക്കെ ഈ ഏകത്വം എന്നുള്ള ആശയത്തിനാണ് കൂടുതൽ മുൻതൂക്കം. ഇവിടെ രണ്ടാണ്, ദ്വന്ദ്വഭാവമാണ്. അപ്പൊ നമുക്കറിയാം സിംഗുലാരിറ്റിയിൽ ചെറിയ ഒരു സ്ഫോടനം വന്ന് അങ്ങനെ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്നല്ലേ ബിഗ് ബാങ് തിയറി. അപ്പോൾ ഇവിടെ ദൃഷ്ടാവ് ദൃശ്യം എന്ന് പറയുന്നത് ദ്വൈതത്തിലെ ആശയമാണ്, രണ്ടാണ്. ഇനി അപ്പൊ ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്, ദൃഷ്ടാവും ദൃശ്യവും രണ്ടാണ് എന്നുള്ള ആശയം ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് ആലോചിക്കാം. അതായത് ദൃഷ്ടാവ് ദൃശ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ദൃശ്യങ്ങള് ദൃഷ്ടാവിൽ നിന്ന് വ്യത്യസ്തമാണോ? ഉദാഹരണത്തിന് നമ്മൾ സ്വപ്നം എടുക്കുക, സ്വപ്നാവസ്ഥ. സ്വപ്നത്തില് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നു, നമ്മൾ പലതരത്തിലുള്ള സ്ഥലങ്ങൾ കാണുന്നു, പല വ്യക്തികളെ കാണുന്നു, പ്രപഞ്ചം കാണുന്നു, ആകാശം കാണുന്നു, എല്ലാം നമ്മൾ കാണും. ഈ ദൃശ്യങ്ങളെല്ലാം വാസ്തവത്തിൽ എന്താണ്? ഈ ദൃശ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സല്ലേ? അപ്പോ സ്വപ്നത്തിൽ കാണുന്ന എല്ലാ ദൃശ്യങ്ങളും നമ്മുടെ മനസ്സാണ്. സ്വപ്നത്തിന് മുമ്പും സ്വപ്നത്തിന് ശേഷവും സ്വപ്നം കാണുന്ന ആൾ നിലനിൽക്കുന്നു. സ്വപ്നം അസ്തമിച്ചാൽ അതെല്ലാം കെട്ടുപോകും. അപ്പോൾ ഒരാൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു, അതിൽ യാഥാർത്ഥ്യം എന്താണ്? ഒരേ ഒരു യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ, സ്വപ്നം കണ്ട് ഇരിക്കുന്ന വ്യക്തി മാത്രമാണ് യാഥാർത്ഥ്യം, അല്ലേ? അതായത് നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന കാഴ്ചകളെല്ലാം സ്വപ്നം കാണുന്ന ആളിൽ നിന്നും വ്യത്യസ്തമല്ല. ഉദാഹരണത്തിന് ഒരു പെയിന്റിങ് മാതിരിയാ, നമ്മളൊരു സീനറി വരച്ചു വെച്ചിട്ടുണ്ട്, പെയിന്റിങ്. അതില് പുഴ ഒഴുകി പോണു, പുഴവക്കത്ത് മരങ്ങൾ നിൽക്കണു, പശുക്കൾ നിന്ന് മേയുന്നു, മേലെ നോക്കിക്കഴിഞ്ഞാൽ ആകാശം, സൂര്യൻ ഉദിച്ച് നിൽക്കണു, പക്ഷികൾ പറന്നു പോകണു. ഇങ്ങനെ പല സീനറികൾ നമ്മൾ കാണില്ലേ? ഈ സീനറികളൊക്കെ എന്താണ്? ഇപ്പൊ നമ്മൾ അതിലൊരു പക്ഷി പറന്നു പോകുന്നതിനെ ഒന്ന് തൊട്ടു നോക്കി നിൽക്കുക, അപ്പൊ നമ്മുടെ കയ്യില് അതിലുപയോഗിച്ച പെയിന്റ് ആവും നമ്മുടെ കൈ. ആ പക്ഷിയെ ഒന്ന് നുള്ളി നോക്കിയാലോ, അതിന്റെ കണ്ടന്റ് എന്താണ്? ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ സ്ക്രീനാണ്, അല്ലേ? അപ്പൊ ആ കാഴ്ചയിൽ കാണുന്ന എല്ലാം, പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും എല്ലാം ഈ സ്ക്രീനാണ് വാസ്തവത്തിൽ അതിന്റെ കണ്ടന്റ്, അല്ലെങ്കിൽ അതിന്റെ ഘടകം എന്ന് പറയുന്നത്. നമ്മൾ സിനിമ കാണുന്ന പോലെ, സിനിമ കാണുമ്പോൾ എന്താണ്? പലതര ചിത്രങ്ങൾ മാറി മാറി വരുന്നു, സിനിമ മാറി മാറി വരുന്നു, പക്ഷെ സ്ക്രീൻ നിശ്ചലമായിട്ട് നിലനിൽക്കുന്നു. പക്ഷെ സിനിമയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ക്രീനാണ്. അതുപോലെയാണ് നമ്മുടെ ബോധം. ഇപ്പൊ മനസ്സിൽ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വപ്നത്തിലെ എല്ലാ കാഴ്ചകളും സ്വപ്നം കാണുന്ന ആളിൽ നിന്ന് വ്യത്യസ്തമല്ല. അതായത് സ്വപ്നത്തിൽ ഒരു ഏകത്വം നമുക്ക് ദർശിക്കാൻ കഴിയും. അപ്പോ സ്വപ്നത്തിലെ ഏകത്വം എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിലെ ഭൂതവും
ഭാവിയും വർത്തമാനവും എല്ലാം ഒന്നാണ്, സെപ്പറേറ്റ് അല്ല. അപ്പൊ അതിലൊരു ഏകത്വം നമുക്ക് കാണാൻ കഴിയും. അവിടെ രണ്ടല്ല, ഒന്നാണ്. ഇനി ഈ അവസ്ഥ നമ്മൾ ജാഗ്രത അവസ്ഥയിലേക്ക് കൊണ്ടുവരാം. ജാഗ്രത അവസ്ഥയിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു പുഷ്പത്തെ കാണുന്നു. അവിടെ പുഷ്പം ദൃശ്യമാണ്, കണ്ണ് ദൃഷ്ടാവാണെന്ന് പറഞ്ഞു. നമ്മൾ ശരീരമാണെന്ന് നമ്മൾ വിചാരിക്കുക നിൽക്കുക. ആ സമയത്ത് നമ്മുടെ ശരീരം വേറെയാണ്, ദൃശ്യം വേറെയാണ്, പുഷ്പം വേറെയാണ്. ഇനി നമ്മൾ മനസ്സാന്ന് വിചാരിക്കുക. അപ്പോ മനസ്സിൽ നമ്മൾ പുഷ്പത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് പുഷ്പം വേറെയാണ്, മനസ്സ് വേറെയാണ്, നമ്മുടെ ശരീരം വേറെയാണ്, എല്ലാം വേറെയാണ്, അല്ലേ? പക്ഷേ നമ്മുടെ ശരീരവും മനസ്സും ഈ പുഷ്പവും എല്ലാം ബോധത്തിലാണുള്ളത്. ഇതൊന്നും ബോധത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. അപ്പൊ ജാഗ്രത അവസ്ഥയിലും ആ ഏകത്വം ഉണ്ട്, നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ. അപ്പോ അതിനെന്ത് വേണം? നമ്മൾ ബോധമായിട്ട് നിൽക്കണം. നമ്മൾ ശരീരമായിട്ട് നിൽക്കുമ്പോൾ ഇതെല്ലാം വ്യത്യസ്തമാണ്, മനസ്സായിട്ട് നിൽക്കുമ്പോഴും ഇതെല്ലാം വ്യത്യസ്തമാണ്, നമ്മൾ അഹം എന്നുള്ള ബോധത്തിൽ നിൽക്കുമ്പോഴും ഇത് വ്യത്യസ്തമാണ്. നമ്മൾ ബോധമായിട്ട് നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും പഞ്ചഭൂതങ്ങൾ, അതായത് നമ്മുടെ കണ്ണുകൾ, പ്രപഞ്ചം മുഴുവൻ ഈ ബോധത്തിൽ പ്രത്യക്ഷമാകുന്നു, അപ്രത്യക്ഷമാകുന്നു. അതല്ലേ? ബോധം മാത്രം നിലനിൽക്കുന്നു എന്നുള്ള ഏകത്വം നമുക്ക് മനസ്സിലാവും. അപ്പൊ ബോധത്തിൽ ഇതെല്ലാം, ഈ പ്രപഞ്ചം പ്രത്യക്ഷമാവുന്നു, അപ്രത്യക്ഷമാകുന്നു. ബോധത്തിൽ നമ്മുടെ ശരീരം പ്രത്യക്ഷമാവുന്നു, അപ്രത്യക്ഷം, നമ്മുടെ മനസ്സ് പ്രത്യക്ഷമാവുന്നു, അപ്രത്യക്ഷമാവുന്നു. ബോധം മാത്രമാണ് യഥാർത്ഥ സത്യം. അവിടെ ഏകത്വമുണ്ട്. അപ്പോ ആ അവസ്ഥയിൽ ദൃഷ്ടാവും ദൃശ്യവും ഒന്നാണ്. അതായത് സബ്ജക്റ്റും ഓബ്ജക്റ്റും ഒന്നാണ്. അപ്പൊ ദൃഷ്ടാവിനും ദൃശ്യത്തിനും സാക്ഷിയാണ് ആത്മാവ് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നത്. ബോധം ഇതിലെല്ലാത്തിലും സാക്ഷിയാണ്. ബോധത്തിൽ അത് പ്രത്യക്ഷമാവുന്നു, അപ്രത്യക്ഷമാവുന്നു. അതുകൊണ്ടാണ് പതഞ്ജലി മഹർഷി ദൃഷ്ടാവ് ദൃഷ്ടാവിൽ തന്നെ വിലയം പ്രാപിക്കുന്ന അവസ്ഥ, അതാണ് യഥാർത്ഥ ദൃഗ്ദൃശ്യ വിവേകം, അതാണ് ധ്യാനജ ചിത്തം, മെഡിറ്റേറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്. ഇനി ഇതാണ് ദൃഗ്ദൃശ്യ വിവേകം. ഇതാണ് ദൃഗ്ദൃശ്യ വിവേകം. ഇനി രണ്ടാമത്തേലേക്ക് കടക്കാം. എന്താണ്? പഞ്ചകോശ വിവേകം, അല്ലേ? പഞ്ചകോശ വിവേകം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ മനുഷ്യന്റെ ഘടനയെ 5 ലെയറുകളായിട്ട് പറയുന്നു. ഏറ്റവും പുറത്തുള്ള കവറിങ്, അതിനെ അന്നമയ കോശം. അതിൻ്റെ ഉള്ളിൽ പ്രാണമയ കോശം. അതിൻ്റെ ഉള്ളിൽ മനോമയ കോശം. അതിനുള്ളിൽ വിജ്ഞാനമയ കോശം. ഏറ്റവും ഉള്ളില് ആനന്ദമയ കോശം. ഇത് പഞ്ചഭൂതങ്ങളോട് ബന്ധപ്പെട്ടതാണ്. പഞ്ചഭൂതങ്ങളുടെ രൂപത്തിൽ നമുക്ക് പറയാം. അതായത് നമുക്കറിയാം, ഹാർട്ട്ഫുൾനെസ്സിലെ ആദ്യത്തെ 5 ചക്രങ്ങൾ നമ്മൾ പറയില്ലേ? അതായത് അന്നമയ കോശം എന്ന് പറഞ്ഞാൽ ഭൂമി തത്വം, എർത്ത് എലിമെന്റ്. പ്രാണമയ കോശം എന്ന് പറഞ്ഞാൽ അഗ്നി, ഫയർ എലിമെന്റ്. മനോമയ കോശം എന്ന് പറഞ്ഞാൽ വാട്ടർ എലിമെന്റ് ആണ്, ജലം. വിജ്ഞാനമയ കോശം എന്ന് പറഞ്ഞാൽ വായു എലിമെന്റ് ആണ്, ബുദ്ധി, 5ാമത്തെ ചക്രം. ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ ആകാശം, ഈഥർ എലിമെന്റ്. അപ്പൊ ആനന്ദമയ കോശമാണ് ഏറ്റവും ഉള്ളിൽ. ഇത് ഈ 5 കോശങ്ങളുടെയും പ്രവർത്തനം
നമ്മളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് 2 കൈകളുണ്ട്. കൈകൾ എന്ന് പറഞ്ഞാൽ അന്നമയ കോശല്ലേ. അത് അന്നമയം എന്ന് പറയുന്നത് ഭക്ഷണം കൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ കൈകൾ അന്നമയ കോശം. ഇനി അടുത്തത്, ഈ കൈകള് എനിക്ക് ഉയർത്താം അല്ലെങ്കിൽ താഴ്ത്താം. അതാണ് പ്രാണമയ കോശം, എനർജി. അടുത്തത്, എനിക്ക് ഇടത് കൈ വേണമെങ്കിൽ ഉയർത്താം, വലത് കൈ വേണമെങ്കിൽ ഉയർത്താം, മനോമയ കോശം. ഞാൻ ഇടത് കൈ ഉയർത്താൻ തീരുമാനിച്ചു, വിജ്ഞാനമയ കോശം. ഇടത് കൈ ഉയർത്തുമ്പോൾ എനിക്ക് കിട്ടുന്ന അനുഭൂതി അല്ലെങ്കിൽ സന്തോഷം, അതാണ് ആനന്ദമയ കോശം. അപ്പൊ ഈ 5 കോശങ്ങളുടെയും പ്രവർത്തനം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളിലും കാണാൻ കഴിയും. എന്നാൽ ആത്മാവ് ഈ 5 പഞ്ചകോശങ്ങളുടെയും സാക്ഷിയാണ്. ആ സാക്ഷിബോധമാണത്. ആത്മാവിന്റെ പ്രകാശത്തിലാണ് ഈ പഞ്ചകോശങ്ങളും പ്രകാശിക്കുന്നത്. നമ്മള് സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ പ്രതിഫലിക്കുന്ന പോലെ. അപ്പൊ ചന്ദ്രപ്രകാശം എന്ന് പറഞ്ഞ വാസ്തവത്തിൽ എന്താണ്? സൂര്യപ്രകാശം അല്ലേ? അങ്ങനെ ഒരു കഥയുണ്ട്. ഒരു രാജാവ് തൻ്റെ കൊട്ടാരത്തിന്റെ പുറത്ത് രാത്രിയിൽ ഉദ്യാനം ഉണ്ട്, പൂന്തോട്ടത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പൗർണമി ദിവസമാണ്. പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നു. അപ്പൊ ചന്ദ്രന്റെ പ്രകാശത്തില് ഈ പൂന്തോട്ടത്തിലെ എല്ലാ പുഷ്പങ്ങളും ഇങ്ങനെ തിളങ്ങണം. അതിലൊരു അരുവിയുണ്ട്. ആ അരുവിയൊക്കെ സ്വർണ്ണ നിറത്തിൽ ഇങ്ങനെ തിളങ്ങണം. അപ്പോ ഈ പൂന്തോട്ടം മുഴുവൻ ചന്ദ്രപ്രകാശത്തിൽ സ്വർണം പോലെ തിളങ്ങുന്നത് കണ്ടപ്പോൾ രാജാവിന് വളരെ സന്തോഷമായി. അദ്ദേഹം ചന്ദ്രനെ നോക്കി പറഞ്ഞു, ഞാൻ നിന്നിൽ തൃപ്തനായിരിക്കുന്നു, എന്തെങ്കിലും വരം ആവശ്യപ്പെട്ടോളാൻ പറയട്ടെ. അപ്പൊ ചന്ദ്രൻ ആലോചിക്കും, രാജാവിനിപ്പോ സന്തോഷമായി എന്റെ പ്രകാശത്തില്. രാവിലെ ആയി കഴിഞ്ഞാൽ ഈ പ്രകാശം അസ്തമിക്കും അല്ലേ? സൂര്യൻ ഉദിക്കുന്ന വരെ ഉള്ളത്. ചന്ദ്രൻ പറഞ്ഞു, എനിക്കൊരു വരം വേണം, നാളെ രാവിലെ മുതൽ സൂര്യൻ ഉദിക്കരുത്. അപ്പൊ എന്ത് സംഭവിക്കും? ചന്ദ്രൻ പ്രകാശിക്കുന്നത് സൂര്യന്റെ പ്രകാശത്തിലാണ്, നമുക്കറിയാം അല്ലെ? അതായത് ചന്ദ്രപ്രകാശം എന്ന് പറയുന്നത് സൂര്യപ്രകാശം തന്നെയാണ്. അതുപോലെയാണ് ആത്മാവിന്റെ പ്രകാശത്തിലാണ് ഈ പഞ്ചകോശങ്ങളെല്ലാം ജ്വലിക്കുന്നത്. പക്ഷെ നമ്മൾ ആത്മാവിനെ അറിയുന്നില്ല. അതുകൊണ്ട് ആത്മാവ് എന്ന് പറയുന്നത് ഈ 5 കോശങ്ങളുടെ സാക്ഷിയാണ്. അത് ഇതിനെല്ലാം പ്രകാശിപ്പിക്കും. ഇതാണ് പഞ്ചകോശ വിവേകം എന്ന് പറയുന്നത്. പക്ഷേ അപ്പൊ അവിടെയും ആത്മാവ് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നത് 5 കോശങ്ങളുടെയും സാക്ഷിയാണ്. ഇനി അടുത്തത് എന്താണ്? അവസ്ഥാത്രയ വിവേകം. നമ്മൾ പറഞ്ഞില്ലേ, നമുക്കറിയാം നമ്മുടെ മനുഷ്യന്റെ 3 അവസ്ഥകൾ: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. നമുക്കറിയുന്ന വിഷയമാണ്. ജാഗ്രത അവസ്ഥയിൽ നമ്മുടെ ബോധം എവിടെയാണ്? നമ്മുടെ ബോധം ശരീരത്തിലാണ്, പഞ്ചഭൂതങ്ങളിലാണ്. അപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്തിനെ അറിയുന്നു. അപ്പോൾ ജാഗ്രതാവസ്ഥയിൽ ബോധം പഞ്ചഭൂതങ്ങളിൽ. ഇനി നമ്മൾ സ്വപ്നാവസ്ഥയിലേക്ക് പോയി. സ്വപ്നത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? സ്വപ്നത്തിലെ ഏകത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്വപ്നത്തില് നമ്മുടെ ബോധം എവിടെയാണ്? മനസ്സിലാണ് അല്ലേ? അപ്പോ ജാഗ്രത അവസ്ഥയിൽ നിന്ന് സ്വപ്നാവസ്ഥയിലേക്ക് വരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോധം വികസിക്കുകയാണ്. നമ്മൾ കണ്ണ് തുറന്നിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയേക്കാൾ വിപുലമായ കാഴ്ചയാണ് നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ കാണുന്നത്. അതാണ് ധ്യാനത്തിന്റെ അടിസ്ഥാന ആശയം. സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത് ബോധത്തിന്റെ വികാസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ജാഗ്രതയേക്കാൾ മെച്ചമാണ് അല്ലേ? അപ്പോ സ്വപ്നത്തിൽ നമ്മുടെ ബോധം മനസ്സിലാണ്. ഇനി നമ്മൾ സുഷുപ്തിയിലേക്ക് പോകാനെങ്കിൽ, സുഷുപ്തിയിൽ എന്താണ്? നമുക്ക് പരമസുഖമാണ് അല്ലേ? സുഷുപ്തിയിൽ നമ്മുടെ ബോധം എവിടെയാണ്? ആത്മാവിലാണ്.
അത് പരിപൂർണമായിട്ടുള്ള അനുഭൂതിയാണ്. അവിടെ നമ്മളൊന്നും അറിയുന്നില്ല. പരമസുഖം, സുഖം, സന്തോഷവും സമാധാനമാണ് സുഷുപ്തിയിൽ. നമുക്കറിയാം ഈ മൂന്നവസ്ഥകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥ സുഷുപ്തിയാണെന്ന് എല്ലാവരും സമ്മതിക്കും. അപ്പോൾ സന്തോഷവും സുഖവും സമാധാനവും സുഷുപ്തിയിലാണ്. അവിടെ ബോധം ആത്മാവിലാണ്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ സന്തോഷവും സുഖവും സമാധാനം എവിടെ അന്വേഷിക്കുന്നത്? ജാഗ്രതയിലാണ്, അല്ലേ? നമ്മുടെ എല്ലാ പരാക്രമങ്ങളും ജാഗ്രതയിലാണ്. അത് കാണിക്കുന്നത് എന്താ? നമ്മുടെ അന്വേഷണം തെറ്റാന്നല്ലേ. അപ്പൊ എപ്പോ നമ്മൾ കണ്ണടച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ അപ്പോൾ മാത്രമേ നമ്മുടെ അന്വേഷണത്തിന്റെ ദിശ കറക്റ്റ് ആവുന്നുള്ളൂ. അതിനെക്കുറിച്ച് ഒരു കഥ പറയും. ഒരാള് രാത്രിയിൽ ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ പോക്കറ്റിന് ഒരു ഓട്ടയുള്ളതുകൊണ്ട് പേഴ്സ് താഴെ വീണുപോയി. അപ്പോൾ പേഴ്സ് താഴെ വീണുപോയി അറിഞ്ഞപ്പോൾ അവിടേക്ക് അന്വേഷിക്കാൻ തുടങ്ങിയ ആള് കുറെ നേരം അന്വേഷിച്ചിട്ടും പേഴ്സ് കിട്ടുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഓപ്പോസിറ്റിൽ വരുന്നുണ്ടായിരുന്നു. എന്താ അന്വേഷിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പേഴ്സ് വീണുപോയി എന്ന് പറഞ്ഞു. ഓ, ഞാനും അന്വേഷിക്കാം, കൂടാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അന്വേഷിക്കാൻ തുടങ്ങി. പേഴ്സ് കിട്ടുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ സുഹൃത്ത് ചോദിച്ചു, അല്ല, നമ്മൾ രണ്ടുപേരും അന്വേഷിച്ചിട്ടും ഇത് കിട്ടുന്നില്ല, എവിടെയാണ് ഇത് വീണു പോയതെന്ന് വെച്ചു. അവിടെയാണ് അത് വീണു പോയതെന്ന്. പിന്നെന്താ ഇവിടെ അന്വേഷിക്കാൻ വെച്ചു. ഇവിടെയാണ് ലൈറ്റ് ഉള്ളതെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കും. അതായത് എവിടെയോ വീണുപോയ പേഴ്സിനെ ലൈറ്റിന്റെ അടിയിൽ അന്വേഷിക്കുന്ന പോലെയാണ് സുഷുപ്തിയിലുള്ള സുഖവും സന്തോഷവും സമാധാനവും നമ്മൾ ജാഗ്രതയുടെ പളപളപ്പിൽ അവിടെ അന്വേഷിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അന്വേഷണം ആന്തരികമായിരിക്കണം എന്നർത്ഥം. സുഷുപ്തിയിൽ എന്ത് നമ്മൾ അനുഭവിക്കുക? പരിപൂർണമായിട്ടുള്ള സുഖമാണ്, നമുക്ക് അനുഭൂതിയാണ്, പരിപൂർണമായിട്ടുള്ള അജ്ഞതയാണ്. ഒന്നും നമ്മൾ അറിയുന്നില്ല. സുഷുപ്തിയിൽ നിന്ന് നമ്മൾ സ്വപ്നാവസ്ഥയിലേക്കും ജാഗ്രതാവസ്ഥയിലേക്കും വരുമ്പോഴേക്കും ഈ സുഷുപ്തിയിലെ ആനന്ദം നമ്മളെ വിട്ടുപോകും, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ആ സുഷുപ്തിയിലെ ആനന്ദം നമ്മുടെ ബോധത്തിൽ വരുന്നില്ല. അതായത് സുഷുപ്തിയിൽ പോകുന്ന സമയത്ത് ഒരു ഡാർക്ക് കട്ടന്റെ ഉള്ളിലേക്ക് പോയ പോലെ നമ്മുടെ ബോധം, നമ്മളൊന്നും അറിയുന്നില്ല. പരിപൂർണ അനുഭൂതിയെന്ന് നമുക്കറിയാം. രാവിലെ എഴുന്നേറ്റാൽ നന്നായി ഉറങ്ങിയില്ല എന്ന് പറയും. സുഖമായിട്ട് ഉറങ്ങി അല്ലെങ്കിൽ സുഖമായിട്ട് ഉറങ്ങിയില്ല എന്ന് പറയും. ഇനി സുഷുപ്തിയിൽ നമ്മുടെ ബോധത്തെ ഉണർത്തി നിർത്തിയാലാണ് അവിടുത്തെ സുഖം എന്താന്ന് നമുക്ക് ശരിക്കും അറിയുള്ളൂ. അതായത് നമ്മുടെ സൂക്ഷ്മ ശരീരങ്ങളെ നമ്മൾ ഈ സുഷുപ്തിയിൽ കൊണ്ടുപോയി ഉണർത്തണം. അതിനെയാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. ഇപ്പൊ സുഷുപ്തിയിൽ ബോധം ഉണർത്തി നിർത്തുന്ന അവസ്ഥയെ നമ്മൾ തുരീയം, നാലാമത്തെ അവസ്ഥ എന്ന് പറയും. ആ തുരീയ അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത്? തുരീയ അവസ്ഥയിൽ നമ്മുടെ ബോധം മറ്റ് മൂന്ന് അവസ്ഥകൾക്കും സാക്ഷിയാണ്. ജാഗ്രതയ്ക്കും സ്വപ്നത്തിനും സുഷുപ്തിക്കും സാക്ഷിയാണ് തുരീയം എന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ധ്യാനാവസ്ഥയിൽ ബോധം ഉണർന്നു നിൽക്കുന്നത്. സുഷുപ്തിയിൽ ബോധം ഉണർത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ മൂന്നവസ്ഥകൾക്കും സാക്ഷിയാവുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സാക്ഷി ബോധം, വിറ്റ്നസ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ പതഞ്ജലി മഹർഷി ദൃഷ്ടാവിൽ തന്നെ വിലയം പ്രാപിക്കുന്ന അവസ്ഥ, യഥാർത്ഥ ദൃഗ്ദൃശ്യ വിവേകം അല്ലെങ്കിൽ ധ്യാനജ ചിത്തം എന്ന് പറയുന്നു. ദാജി അതിനെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. അതാണ് നമ്മൾ എത്തിച്ചേരേണ്ട അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് പാരമ്പര്യ യോഗശാസ്ത്രങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബോധത്തെ വികാസത്തെക്കുറിച്ച് പറയുന്നത്. ഈ മൂന്ന് രീതിയിലാണ്. ഇനി നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നാൽ അടിസ്ഥാനമായിട്ടുള്ള ആശയങ്ങളിൽ നേരത്തെ പറഞ്ഞ മൂന്നിൽ നിന്നും ഹാർട്ട്ഫുൾനെസ് വ്യത്യസ്തമല്ല. പക്ഷേ ഈ അവസ്ഥകളെല്ലാം സംപ്രേഷണത്തിന്റെ സഹായത്തോടു കൂടിയുള്ള ധ്യാന പരിശീലനത്തിലൂടെ അനുഭവവേദ്യമാക്കുന്ന ഒരു പ്രയോഗശാസ്ത്രമാണ് ഹാർട്ട്ഫുൾനെസ്.
അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ തത്വങ്ങളുടെ പ്രയോഗശാസ്ത്രമാണ് ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, അത് ഹാർട്ട്ഫുൾനെസ് ബോധത്തെക്കുറിച്ച് എന്ത് പറയുന്നു, അതിൻ്റെ വികാസം എന്താണ് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. താങ്ക് യു. നമസ്കാരം. മോഹനേട്ടൻ, ഞാൻ ശരിക്കും പറഞ്ഞ അവസാനത്ത് പറഞ്ഞപ്പോ ഇപ്പൊ പറയുന്നു വിചാരിച്ചു ഞാൻ ഇരിക്കുകയായിരുന്നു. എന്തായാലും അടുത്ത എപ്പിസോഡിലേക്ക് ഒരു എന്താണ്, നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്തായിരിക്കും അത് മോഹനേട്ടൻ വെളിപ്പെടുത്തി നമുക്ക് തരുന്നതെന്ന്. പക്ഷെ ഈ എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളെപ്പോഴും കേൾക്കുന്ന സംഗതികളാണ് ഇതെല്ലാം, അല്ലെ? ഈ ദൃശ്യ വിവേകം, പിന്നെ രണ്ടാമത് പറഞ്ഞത് പല കോശാസ്, 5 കോശാസിനെ പറ്റിയുള്ളത്, അവസാനത്തെ പറഞ്ഞതും അവസ്ഥാത്രയ വിവേകം. എനിക്ക് തോന്നുന്നു ഇതെല്ലാം നമ്മൾ സ്ഥിരം പല പ്രാവശ്യം കേൾക്കുന്നതാണ്. പക്ഷെ ഇന്ന് മോഹനേട്ടൻ അതൊരു നല്ലൊരു, വളരെ ലളിതമായി പ്രാക്ടിക്കലായി ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ അത് സംസാരിച്ചു. പിന്നെ എനിക്ക് തോന്നി നമ്മളും സ്വയം മനനം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കേട്ട് പിന്നെയും അത് ചിന്തിച്ച് അപ്പോഴാണ് മനസ്സിൽ ഉറയ്ക്കാന്ന് തോന്നുന്നു. എന്തായാലും വളരെ ഭംഗിയായി പാരമ്പര്യ യോഗശാസ്ത്രത്തിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലും എങ്ങനെയാണ് ബോധത്തെക്കുറിച്ചും അതിന്റെ വികാസത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് നമ്മളോട് സംസാരിച്ചു. വളരെയധികം നന്ദി മോഹനേട്ട. ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുതുതായി ധ്യാനിക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി പറയാം. മൃദുവായി കണ്ണുകളടച്ച് എന്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിന്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എന്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. ആ സമയത്ത് മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എന്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിന്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തു സൂക്ഷിക്കുക. അതിനുശേഷം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 15 മിനിറ്റ് ധ്യാനിക്കുന്നു. അപ്പോൾ നമുക്ക് 9 മണി വരെ സത്സംഗം ധ്യാനിക്കാം. 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യണം. താങ്ക് യു. നമസ്കാരം.